നമ്മൾ ടാബുലേഷൻ മെത്തേഡിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് നോക്കി. അഡീഷണൽ ഞാനൊരു 5-6 ക്വസ്റ്റ്യൻസും കൂടി തരാം കേട്ടോ. കാരണം നിങ്ങളത് ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ടാബുലേഷൻ മെത്തേഡ് ഏകദേശം 1-1.5 മണിക്കൂറോളം വച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എക്സാമിന് നമുക്കത് ടൈപ്പായി വരത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് അഡീഷണലായിട്ട് തരാം. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കെ മാപ്പിൽ എത്ര ടേംസ് ഉണ്ടോ ഏതൊക്കെയാണോ അത് തന്നെ ആയിരിക്കണം ടാബുലേഷൻ മെത്തേഡിലും ആ ടേംസൊക്കെ വരേണ്ടുന്നത്. അതായത് ഇപ്പോൾ ടാബുലേഷൻ മെത്തേഡിനകത്ത് നമ്മൾ അവസാനത്തെ ഒരു കോളം വരയ്ക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന മിൻ ടേംസും അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലുള്ള നമ്പേഴ്സും കൂടെ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റിൽ വരയ്ക്കുന്ന ഒരു കോളം, അത് വെച്ചിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ മാർക്ക് ചെയ്ത് തന്നെ പോവുക. അതായത് നമ്മളിപ്പോൾ ഒരു കോളത്തിൽ വരുന്ന ഒരു ഇൻറ്റുവിനെ മാത്രം മാർക്ക് ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ എടുക്കുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ ആ ക്വസ്റ്റ്യനിലെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക. എങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഓരോ കോളത്തിലും ഓരോ ഇൻറ്റു തന്നെ ഉള്ളത് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ആ ഇൻറ്റുവിനെ എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഇൻറ്റു സർക്കിൾ ചെയ്ത ഇൻറ്റു വരുന്ന ആ റോയിൽ എല്ലാം ക്രോസ് ചെയ്ത് കളയുക. റോകളെല്ലാം ക്രോസ് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ക്രോസ് ചെയ്ത റോയ്ക്ക് നേരെയുള്ള മിൻ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. മിൻ ടേംസ്. ഓക്കെ, ആ മിൻ ടേംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മിൻ ടേംസ് വരുന്ന കോളംസ് എല്ലാം അങ്ങ് ക്രോസ് ചെയ്യുക. ആദ്യം ഇൻറ്റു സർക്കിൾ ചെയ്ത റോകളെല്ലാം നിങ്ങൾ റോകൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് വിടുക. അതുപോലെ ആ ഇൻറ്റുവിൽ വരുന്ന മിൻ ടേംസ് ഏതൊക്കെയാണോ അതിൻ്റെ എന്താണ് കോളംസ് എല്ലാം കട്ട് ചെയ്ത് കളയുക. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ചിലപ്പോൾ കോളത്തിൽ എന്തുണ്ടാവും, ഇൻറ്റു ചുമ്മാ നമ്മൾ ഇൻറ്റു മാർക്ക് ചെയ്തത് ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവാം. സോ അപ്പോൾ നമ്മൾ എല്ലാ ഇൻറ്റുകളും നമ്മൾ റോയിലും കോളത്തിലും വരുന്ന എല്ലാ ഇൻറ്റുകളും ക്രോസ് ചെയ്തു അല്ലെങ്കിൽ കട്ട് ചെയ്തു എന്നുള്ളത് കൺഫേം ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ വരുന്നത് ഏതാണോ അതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും റോയും എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ഇൻറ്റുകളും കട്ട് ചെയ്തു എന്നതിന് ശേഷം മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഈ 2 കേസ് എഴുതി, അപ്പോൾ അതിൻ്റേതാണ് ആൻസർ വരിക. 2 ടേംസ് വരും. ഓക്കെ, 2 ടേംസ് വന്നു. മൂന്നാമത്തെ ടേംസ് എന്ന് പറയുന്നത് നമുക്കിതിൽ ബാക്കി ഈ ഒരു ഇൻറ്റൂസ് വന്നില്ലേ, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമല്ലേ ചെയ്തേ. അപ്പോൾ ആ ടേം ഏതാണോ അതും കൂടി ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ അതാണ് നമ്മൾ എന്താണ് കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ 2-3 കൂടി തരാം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പരിശീലിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഓർക്കുന്നുണ്ടാവും അല്ലേ. യൂണിവേഴ്സൽ ഗേറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നറിയപ്പെടുന്ന 2 ഗേറ്റ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്, നാൻഡ് എന്നറിയപ്പെടുന്ന ഗേറ്റും നോർ എന്നറിയപ്പെടുന്ന ഗേറ്റ്. ഈ 2 ഗേറ്റ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. റീസൺ എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം, ഈ 2 ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ബേസിക് ഗേറ്റ്സ് ആയ ആൻഡ്, ഓർ, നോട്ട് ഇത് 3ഉം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നാൻഡ് നോറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്ന ബേസിക് ഗേറ്റ്സ്, ഇതിനെയാണ് നമ്മൾ ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബേസിക് ഗേറ്റ്സ് യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ് നോറും കൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നാൻഡിനെയും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് നമ്മൾ നാൻഡ് യൂസ് ചെയ്ത് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നാൻഡ് യൂസ് ചെയ്ത് ഓർ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നാൻഡ് യൂസ് ചെയ്ത് ആൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോറിനും എന്ത് വരും, 3 കേസസ്. ഓക്കെ, അങ്ങനെ അതെങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, മെയിനായിട്ട് നമ്മൾ പറയുന്ന നാൻഡ് ആയാലും നോറായാലും അതുപോലെ നമ്മുടെ ബേസിക് ഗേറ്റ്സിൽ വരുന്ന ആൻഡ്, ഓർ. ഓക്കെ, ഇതെല്ലാം ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇൻപുട്ട്സ് ഗേറ്റുകളാണ്. 2 ഇൻപുട്ട് ഗേറ്റ്സ് ആണ്. ഓക്കെ, 2 ഇൻപുട്ട് ഗേറ്റ്സ് ആണ് നമ്മൾ നാൻഡും നോറ് ആൻഡ് ഓറൊക്കെ യൂസ് ചെയ്യുന്നത്. നോട്ട് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടേ ഉള്ളൂ. അതായത് നോട്ട് ചെയ്യുന്ന എന്താണ്, കിട്ടുന്ന ഒരെണ്ണത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നോട്ട് എപ്പോഴും 1 ഇൻപുട്ടായിരിക്കും.
അതേസമയം ബാക്കിയെല്ലാം നമ്മൾ 2 ഇൻപുട്സിൻ്റെതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 2 ഇൻപുട്സ് മാത്രമേ ഉള്ളൂ എന്നല്ല, നാൻഡിൻ്റെ തന്നെ 4 ഇൻപുട്സ് വരുന്നുണ്ട്, ആൻഡിൻ്റെ 4 ഇൻപുട്സ് അല്ലെങ്കിൽ 3 ഇൻപുട്സ് വരുന്നുണ്ട്. അതുപോലെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് IC എന്ന് പറയുന്ന സെക്ഷനിലാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ICക്കകത്താണ് നമ്മൾ ഈ ഗേറ്റുകളെല്ലാം ചെയ്തു വച്ചേക്കുന്നത്. അപ്പോൾ ഒരു IC എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗേറ്റാണുള്ളത്. ആ ഗേറ്റിൻ്റെ 3 or 4 വേർഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് ചിലപ്പോൾ ICക്കകത്താണ് നമ്മൾ ഗേറ്റ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. ആ ഗേറ്റിന് ഇപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 4 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ICക്കൊക്കെ നമ്പേഴ്സ് ഉണ്ട്. ആ ICക്കകത്താണ് ഈ ഗേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും, ഇപ്പം നമുക്കത് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ നാൻഡ് നോർ വെച്ചിട്ട് ആൻഡ് ഓർ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് ഈ നോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം 2 ഇൻപുട്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 ഇൻപുട്ട് ഗേറ്റുകളാണ് എന്നുള്ള രീതിക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നത് നാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നോട്ട് ആൻഡ് ഓർ. ശരി, എയും ബിയും ഇൻപുട്സ് ആണെങ്കിൽ നാൻഡ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെൻ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്? AB കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? നാൻഡ് എന്ന് പറയുന്നത് AB കോംപ്ലിമെൻ്റ്. അതായത് എയും ബിയും ഇൻപുട്സ് ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണോ അതാണ് നാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻപുട്ട് ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് നോട്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻപുട്ട് ആണെങ്കിൽ A ഇൻറ്റു ബി എന്ന് പറയുന്നതാണ് ആൻഡിൻ്റെത്. ഓർ ആണെങ്കിൽ A പ്ലസ് ബി. അപ്പോൾ അവസാനം നമുക്ക് A പ്ലസ് ബി അല്ലെങ്കിൽ A ഇൻറ്റു ബി അല്ലെങ്കിൽ A കോംപ്ലിമെൻറ്റ് ഇത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന് കറസ്പോണ്ടിങ് നാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നാൻഡ് യൂസ് ചെയ്തിട്ട് നോട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. നാൻഡ് യൂസ് ചെയ്തിട്ട് നോട്ട്. അപ്പോൾ നാൻഡ് എന്ന് പറയുന്ന ഗേറ്റ് നമുക്കറിയാം. നമ്മളിങ്ങനെയാണ് നാൻഡ്, ഒരു ആൻഡിൽ ഒരു ബബിളും കൂടി വരയ്ക്കുന്നതാണ് നാൻഡ് എന്ന് പറയുന്നത്. ഇത് A ഇത് B ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AB ദി ഹോൾ കോംപ്ലിമെൻറ്റ്. A കോംപ്ലിമെൻ്റ് എന്നോ B കോംപ്ലിമെൻ്റ് എന്നോ അല്ല, AB ദി ഹോൾ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നാൻഡ് ഗേറ്റ്. ഈ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് A കോംപ്ലിമെൻറ്റ് മാത്രം കണ്ടുപിടിക്കണം, A ഇൻറ്റു ബി കണ്ടുപിടിക്കണം, A പ്ലസ് ബി കണ്ടുപിടിക്കണം. ഓക്കെ ആണ്. അപ്പോൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് A കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, A ഇൻറ്റു ബി എങ്ങനെ കണ്ടുപിടിക്കും, A പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ്. ഇതേ നമുക്ക് യൂസ് ചെയ്യാവുള്ളൂ, വേറെ ഒരു ഗേറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. നാൻഡ് ഗേറ്റ് മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണം? A കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ 2 ഇൻപുട്ടല്ലേ, 2 ഇൻപുട്ടിനെയും നമ്മൾ ഒരുമിച്ചിട്ട് ഒരൊറ്റ ഇൻപുട്ടാക്കി കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഇത് A ആണെങ്കിൽ ഇവിടെയും A ആണ്, ഇവിടെയും A ആണ് അല്ലേ? ഇത് A ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് A ആണ്, അടുത്ത ഇൻപുട്ടും എന്താണ്? A തന്നെയാണ്. അപ്പോൾ A ഇൻറ്റു A എന്താണ്? നമ്മൾ പഠിച്ചതനുസരിച്ച് A ഇൻറ്റു A ഈസ് A അല്ലേ? സോ A കോംപ്ലിമെൻറ്റ്, A ഇൻറ്റു A ദ ഹോൾ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് A കോംപ്ലിമെൻറ്റ്, ഇസ് ഇറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ്. നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാൻഡിൻ്റെ 2 ഇൻപുട്ടും കൂടി ടൈപ്പ് ചെയ്ത് ഒരൊറ്റ ഇൻപുട്ടാക്കി മാറ്റും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? A കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് Aയുടെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതെന്താണ്? Aയുടെ കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ് നോട്ട് ഗേറ്റ്. ഓക്കെ, അപ്പോൾ നോട്ട് ഗേറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് 2 നാൻഡ് ഗേറ്റ് വരച്ചു, അതിൻ്റെ 2 ഇൻപുട്ടും കൂടി ഷോർട്ട് ചെയ്ത് ഒന്നാക്കി ഇത് A കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് A കോംപ്ലിമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നോട്ട് ഗേറ്റ്. നെക്സ്റ്റ് ആൻഡ് ഗേറ്റ് ചെയ്യുന്നു. നാൻഡ് ഗേറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇവിടെ നാൻഡ് ഗേറ്റിൽ എയും ബിയും കൊടുത്തു. ഔട്ട്പുട്ട് എന്തായിരിക്കും? എയും ബിയും ഇൻപുട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എ ബി ദി ഹോൾ കോംപ്ലിമെൻറ്റ്. നമുക്ക് എന്താ കിട്ടേണ്ടേ? എ ബി ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഒരു സംഭവം കൊടുത്ത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്, നോട്ട് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? അതെ, ഈ ഒരു ടെക്നിക്കിലാണ് നമ്മൾ നോട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തുകൂടെ? അതെ, അതിനെ നമ്മൾ വീണ്ടും ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഇറ്റ് സെൽഫ്. അതെന്തായി? ആൻഡ് ഗേറ്റായി. ഓക്കെ, അപ്പോൾ നാൻഡ് വെച്ച് നോട്ട്, നാൻഡ് വെച്ച് ആൻഡ്. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നാൻഡ് വെച്ച് ഓർ ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ നാൻഡ് എങ്ങനെ നോട്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാൻഡ് 2 ഇൻപുട്ടാണ്. ആ 2 ഇൻപുട്ടിനെയും കൂടി നമ്മൾ ഷോർട്ട് ചെയ്ത് ഒരൊറ്റ ഇൻപുട്ട് ആക്കുന്നു. അപ്പോൾ 2 ഇൻപുട്ടിലും വരുന്നത് എ എന്ന് പറയുന്നത് തന്നെ. എ ഇൻറ്റു എ എന്ന് പറയുന്നത് നമ്മൾ എ എന്നാണ് പഠിച്ചത്. അപ്പോൾ എ ഇൻറ്റു എ ആണെങ്കിൽ നമുക്ക് നാൻഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എ ഇൻറ്റു എ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. എ ഇൻറ്റു എ ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ ഇൻറ്റു എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് എ എന്നാണ്. സോ എ കോംപ്ലിമെൻറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നോട്ട് ഗേറ്റ് കിട്ടുന്നത്. ആ സെയിം ടെക്നിക്ക് നമ്മളിവിടെ ആൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ, ആൻഡ് എന്ന് പറയുന്നത് എ ബി എന്നാണ് ആൻഡ് കിട്ടേണ്ടുന്നത്. പക്ഷേ നാൻഡ് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നാണ്. ആ ഹോൾ കോംപ്ലിമെൻറ്റ് മാറണമെങ്കിൽ ഒരു നോട്ട് ഗേറ്റും കൂടി കണക്ട് ചെയ്യണം. നാൻഡ് യൂസ് ചെയ്തിട്ടുള്ള നോട്ട് ഗേറ്റാണ് ഇത്. അപ്പോൾ ഒരു നോട്ട് ഗേറ്റും കൂടെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി കിട്ടി. ഇതുപോലെ നമുക്ക് ഓർ കണക്ട് ചെയ്യാം. ഓക്കെ, ഓറിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു നാൻഡിനെ കണക്ട് ചെയ്ത് നോട്ടാക്കി വെച്ചു. ഇത് എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ബി എയും കണക്ട് ചെയ്യും. ഇതെന്തായിരിക്കും? ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ദെൻ നമുക്ക് ഇതെന്തായിരിക്കും കിട്ടുക? എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് the whole complement. Applying the De Morgan's theorem, we get a plus b, that is OR gate. ഓക്കെ, അപ്പോൾ OR ഗേറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്കും ബിക്കും ആദ്യം കോംപ്ലിമെൻറ്റ്, നോട്ട് ഗേറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നോട്ട് ഗേറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 2 ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് ഒരൊറ്റ ഇൻപുട്ടാക്കി കൊടുക്കും, എ ബി. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. പിന്നെ ഒരു നാൻഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്ലൈയിങ് ദ ഡി മോർഗൻസ് തിയറം വി ഗെറ്റ്, ഇതെങ്ങനെയാണ് കിട്ടുന്നത്? എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ബി. സോ എ പ്ലസ് ബി. ഇതായിരിക്കും നമ്മൾ നാൻഡ് യൂസ് ചെയ്തിട്ട് ആൻഡ് ഓർ നോട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, then ഇതുപോലെ നമുക്ക് എന്ത് ഗേറ്റ് യൂസ് ചെയ്യാം? നോർ ഗേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നോർ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആൻഡ് ഓർ നോട്ട് കൺസ്ട്രക്ട് ചെയ്യും? നോട്ട് നമ്മൾ 2 രീതിയിൽ ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നാൻഡിനെ നോട്ടാക്കാനും നോറിനെ നോട്ടാക്കാനും ഒരേ കേസ് തന്നെയാണ് ചെയ്യുന്നത്. നോറിൻ്റെ ഗേറ്റ് എങ്ങനെയാണ്? ഓർ, ദെൻ ഒരു നോട്ട്, ദെൻ ഇതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. എയും ബിയും ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എ പ്ലസ് ബി ദി ഹോൾ കോംപ്ലിമെൻറ്റ് എന്നായിരിക്കും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് നോർ യൂസ് ചെയ്തുകൊണ്ട് നോട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ നോർ ഗേറ്റ് ആണ്. സോ നോർ ഗേറ്റിനെ നോട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? ഇത് എ ആണ് വരുന്നത്. എ പ്ലസ് എ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, എ ഇൻറ്റു എ ആയാലും എ പ്ലസ് എ ആയാലും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ എ പ്ലസ് എ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് എ കോംപ്ലിമെൻറ്റ്. ഇതാണ് നോട്ട് ഗേറ്റ്. ഇനി അടുത്തത് നമ്മുടെ ഓർ ഗേറ്റ് നമ്മളെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. സോ നമ്മുടെ നാൻഡ് ഓർ കൺസ്ട്രക്ട് ചെയ്യുന്നതും
നോറ് ഓറ് കൺസ്ട്രക്ട് ചെയ്യുന്നതും തമ്മിൽ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എയും ബിയും കൂടി ഇതിനകത്ത് കൊടുത്തു. എ ബി. നോറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ നോറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ? കോംപ്ലിമെൻറ്റ് മാറാൻ എന്ത് ചെയ്യും? ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യണം. നോട്ട് ഗേറ്റിന് പകരം നമുക്ക് എന്താണ്? നോർ ഗേറ്റ് ആണ്. സോ നോർ ഗേറ്റ് കണക്ട് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, അവിടെ നമ്മൾ എ ഇൻറ്റു ബി ചെയ്തത് ഇവിടെ നമുക്ക് എന്തായിട്ട് കിട്ടും? എ പ്ലസ് ബി. ഓക്കെ, നാൻഡിൽ എ ഇൻറ്റു ബി ചെയ്തത്, അതായത് ആൻഡ് ഫങ്ഷൻ ചെയ്തതാണ് നോറിൽ എ പ്ലസ് ബി ഫങ്ഷൻ ചെയ്യുന്നത്. അത് ഞാൻ വരച്ച് തീർന്നതിന് ശേഷം നിങ്ങൾ ഒരു എന്താണ് ബുക്കിനകത്ത് എന്ത് ചെയ്യണം? നാൻഡ് ബേസിക് ഗേറ്റ്സ് യൂസിങ് നാൻഡ് എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നാൻഡ് വെച്ചിട്ട് നോട്ട് ആൻഡ് ഓർ ചെയ്യുക. എന്നിട്ട് നോറ് ബേസിക് ഗേറ്റ്സ് യൂസിങ് നോറ് എന്ന് എടുത്തിട്ട് അതിൽ നോട്ട് ആൻഡ് ഓർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നാൻഡിൽ ആൻഡ് ഫങ്ഷൻ ചെയ്തത് എന്താണോ അതാണ് നോറിൽ ഓർ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂഷനായെങ്കിൽ വിട്ടേക്കുക, നോക്കണ്ട. ഓക്കെ, അടുത്തത് ഇൻഡു ചെയ്യാനാണ്. ഇൻഡു ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യും? നോറിന് നോട്ട് കണക്ഷൻ കൊടുക്കും. അതായത് ഇത് എ, ഇതെന്താണ്? ബി. സോ ഇത് എ കോംപ്ലിമെൻറ്റ്, ഇത് ബി കോംപ്ലിമെൻറ്റ്. സോ നമ്മളിതിനകത്ത് വീണ്ടും ഒരു നോർ ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് is equal to a complement the whole complement into b complement the whole complement, that is equal to a into b, that is and function. ആൻഡിൻ്റെ നമ്മൾ ഇതിനകത്ത് പ്രത്യേകം വീണ്ടും നോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്തു. ഓറിൻ്റെ നാൻഡ് കേസിലാണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി ആണ്. നാൻഡ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഫിഗർ വരച്ചാൽ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി ആണ്. നോറിലാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇൻറ്റു ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു വരും എ ഇൻറ്റു ബിയും എ പ്ലസ് ബിയും തമ്മിൽ, നാൻഡിലും നോറിലും. ഗേറ്റ് തമ്മിൽ മാറരുത്, ഗേറ്റ് സെയിം ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നാൻഡിൻ്റെ ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് നോട്ടാണ്, നോറിൻ്റെ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓറ് നോട്ടാണ്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാൻഡ് നോറ് യൂസ് ചെയ്തിട്ട് ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ആദ്യത്തേത് എന്താണ് നിങ്ങൾ എഴുതേണ്ടുന്നത്? ഒരു ബുക്ക് എടുത്തിട്ട് ബേസിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്താണെന്ന് എഴുതുക. യൂണിവേഴ്സൽ ഗേറ്റ്സ് 2 ഉണ്ട്, നാൻഡ് നോറ്. നാൻഡിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിനോട്ടേഷൻ വരയ്ക്കുക, നോറിൻ്റെ ഡിനോട്ടേഷൻ വരയ്ക്കുക, അതായത് ആ ഗേറ്റ്. അത് കഴിഞ്ഞിട്ട് നാൻഡിൻ്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്താണ്? നാൻഡ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. നോറാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അടുത്ത ഹെഡിങ് എഴുതുക ബേസിക് ഗേറ്റ്സ് യൂസിങ് നാൻഡ്. എന്നിട്ട് നോട്ടെന്ന് എഴുതിയിട്ട് ആദ്യം നോട്ടിന് വേണ്ടിയിട്ടുള്ളത് വരയ്ക്കുക. ദെൻ ആൻഡ് എന്ന് എഴുതിയിട്ട് ആൻഡിന് വേണ്ടിയിട്ടുള്ള ഫിഗർ വരയ്ക്കുക. ദെൻ ഓർ എന്ന് എഴുതിയിട്ട് ഓറിന് വേണ്ടിയിട്ടുള്ളത്. ദെൻ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ബേസിക് ഗേറ്റ്സ് യൂസിങ് നോറെന്ന് എഴുതിയിട്ട് നോറിൽ നിന്നെങ്ങനെ നോട്ട്. ദെൻ അടുത്തത് നോറിൽ നിന്നുള്ള ഓറ്. ദെൻ ആൻഡ്, നോറിൽ നിന്നുള്ള ആൻഡ്. ഈ വരച്ച ഫിഗർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം വരയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും നാൻഡ് യൂസിങ് ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാം. നാൻഡ് യൂസിങ് ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യും? ആൻഡ് ഓറ് നോട്ട് നാൻഡ് യൂസ് ചെയ്തിട്ടങ്ങ് വരയ്ക്കും. ഓക്കെ, hope you understand.